ഇട്ട് ഗരം മസാല ഒക്കെ ഇട്ട് നല്ല കുറേ വേപ്പിലൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇടിയിറച്ചി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിലേക്ക് ബീഫ് ഞാനിവിടെ 1/2 കിലോയാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ ബീഫ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് വെച്ചേക്കാണ്. ഇനി നമ്മളിത് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപ് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അപ്പോൾ അത് എന്ന് പറയുന്നത് ആദ്യം ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ വലിയ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ചേർക്കാനില്ല. ഇഞ്ചി കുറച്ച് ചതച്ചത് അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞതോ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വേപ്പില, പിന്നെ ഒരു മുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ മാറ്റാം. അതേപോലെ തന്നെ ബീഫൊക്കെ എടുക്കുന്ന അളവിനനുസരിച്ച് ഇഞ്ചിയിലൊക്കെ വ്യത്യാസം വരുത്താം. ഇഞ്ചി ഇടുന്നതിലൊക്കെ ഒന്നെങ്കിൽ ഇഞ്ചി ഇതേപോലെ ചതച്ചിടുക, അല്ലെങ്കിൽ കുനുകുനാന്ന് അരിഞ്ഞിടുക. എങ്ങനെ ഇട്ടാലും വിഷയമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ ഞാനിത് വേവിക്കാൻ പോവാണ്. വേവിക്കാനായിട്ട് എൻ്റെ ഈ കുക്കറിന്